നമസ്കാരം. ദേവലോക പശു കാമധേനു തന്റെ വെണ്ണയാൽ നിർമ്മിച്ച മലയിൽ അഗസ്ത്യ മഹർഷിയും കരൂരാർ സിദ്ധരും പൂജിച്ച ശ്രീമുരുകനെ പറ്റി മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു ബാലസുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കരൂർ ജില്ലയിൽ വെണ്ണമല എന്നൊരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീമുരുകൻ ബാലസുബ്രഹ്മണ്യ സ്വാമി എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. സന്താന ഭാഗ്യത്തിന് പ്രശസ്തിയുള്ളൊരു ക്ഷേത്രമാണിത്. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെ പറ്റി തിരുപ്പുകൾ പാടിയിട്ടുണ്ട്. കരൂരിലെ പ്രശസ്തമായ 10 ക്ഷേത്രങ്ങളുടെ പട്ടികയെടുത്താൽ അതിലൊന്ന് ഭക്തർ ആഗ്രഹിച്ചത് നിറവേറ്റിക്കൊടുക്കുന്ന ഇവിടത്തെ ഭഗവാനും ഈ ക്ഷേത്രവുമാണ്. മുമ്പൊരു കാലത്ത് ഈ പ്രദേശത്ത് പഞ്ചം ഏർപ്പെട്ടപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ ഒന്നായി എത്തി ശ്രീമുരുകനെ പ്രാർത്ഥിച്ചു പോയപ്പോൾ മഴ പെയ്തു പഞ്ചം നീങ്ങി എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരുന്ന ബ്രഹ്മാവിന് തന്റെ തൊഴിലാണ് ഏറ്റവും ഉന്നതം എന്ന് തോന്നി സ്വയം ഗർവുണ്ടായി സൃഷ്ടികർമ്മത്തിൽ അലംഭാവം കാണിച്ചു തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ശിവഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മത്തിൽ നിന്ന് മാറ്റി നിർത്തി. പകരം സൃഷ്ടികർമ്മം ദേവലോക പശുവായ കാമധേനുവിനെ ഏൽപ്പിച്ചു. തന്റെ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്താപ വിവശനായ ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിച്ചപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനോട് വാഞ്ചിവനത്തിൽ പോയി തപസ് ചെയ്യാൻ നിർദ്ദേശിച്ചു. കാമധേനു അതീവ ശ്രദ്ധയോടെ സൃഷ്ടികർമ്മം ആരംഭിച്ചു. താൻ സൃഷ്ടിക്കുന്ന ജീവജാലങ്ങൾ വിശപ്പിനാലും ദാഹത്തിനാലും കഷ്ടപ്പെടാതെ ഇരിക്കാൻ തന്റെ പാലിന്റെ വെണ്ണ കൊണ്ട് വലിയൊരു മലയും അതിനടുത്തായി ഒരിക്കലും പറ്റാത്ത തേനുതീർത്ഥം എന്ന തീർത്ഥവും സൃഷ്ടിച്ചു. ആ വെണ്ണമലയിലാണ് മുരുകൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഐതിഹ്യം. ഇന്നും ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ഭക്തർക്ക് കുളിർമ അനുഭവപ്പെടുന്നത് വെണ്ണപ്പാറയിൽ നിർമ്മിച്ച ക്ഷേത്രമായതുകൊണ്ടാണെന്നാണ് പറയുന്നത്. കാലങ്ങൾ കടന്നുപോയപ്പോൾ തീവ്ര മുരുകഭക്തനായ യോഗി ഭഗവൻ എന്ന സന്യാസി ഈ മലയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ശ്രീമുരുകൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്ത് താൻ ഇവിടെ കുടികൊള്ളാൻ ആഗ്രഹിക്കുകയാണെന്ന് അരുൾ കൊടുത്തു. ആ യോഗി ഉടൻ തന്നെ അന്നുകാലത്ത് കരൂർ ഭരിച്ചിരുന്ന രാജാവിനെ വിവരം അറിയിച്ചു. അദ്ദേഹം ക്ഷേത്രം നിർമ്മിച്ച് ശ്രീമുരുകനെ ഇവിടെ പ്രതിഷ്ഠിച്ചെന്നാണ് അനുമാനം. അഗസ്ത്യ മഹർഷി ഈ മലയിൽ ശ്രീമുരുകനെ പൂജിച്ചിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. കരൂരാർ സിദ്ധർ ഈ മലയിൽ പലകാലം താമസിച്ച് ശ്രീമുരുകനെ പൂജിച്ചതായും ഐതിഹ്യമുണ്ട്. തഞ്ചെ പെരിയ കോവിലിലും കരൂർ പശുപതീശ്വര ക്ഷേത്രത്തിലും ഉള്ളതുപോലെ കരൂരാർ സിദ്ധർക്ക് ഈ ക്ഷേത്രത്തിൽ സന്നിധിയുണ്ട്. ഇവിടെയുള്ള ക്ഷേത്രതീർത്ഥമായ തേനുതീർത്ഥത്തിൽ 5 ദിവസം നീരാടി നവനീതം അതായത് വെണ്ണ ശ്രീമുരുകന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം നിശ്ചയം എന്നാണ് വിശ്വാസം. പ്രധാന വീതിക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം കഴിഞ്ഞാൽ വിശാലമായ ക്ഷേത്രമുറ്റത്ത് വലിയൊരു ദീപസ്തംഭം. കാർത്തിക ദീപ ദിവസം ഇവിടെയും ആഘോഷമായി ദീപം തെളിയിക്കുന്നു. ക്ഷേത്രത്തിൽ ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ധാരാളം സ്ഥലമുണ്ട്. 3 നില രാജഗോപുരത്തോടെ കാണപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രധാന സന്നിധിയിലേക്ക് കയറുവാൻ 50ഓളം പടികളുണ്ട്. കീഴെ മലക്കാവലർ വിനായകർ സന്നിധികളുമുണ്ട്. പ്രധാന സന്നിധിയിൽ ശ്രീമുരുകൻ ബാലസുബ്രഹ്മണ്യരായി ഏകനായി കിഴക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. മുൻമണ്ഡപത്തിൽ മയിൽവാഹനം. ഉൾപ്രകാരത്തിൽ കിഴക്ക് ദർശനമായി കാശി വിശ്വനാഥർ, വിശാലാക്ഷി, കന്നിമൂല വിനായകർ, നന്ദി, നാഗദേവതകൾ, ചണ്ഡികേശ്വരർ, പഞ്ചലിംഗങ്ങൾ, ഇടുമ്പൻ, വീരബാഹു, അഗസ്ത്യർ, വള്ളിദേവ്യാനി ഉത്സവമൂർത്തികൾ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളും കാണാം. ശ്രീമുരുകന്റെ സന്നിധിക്ക് വടക്കുഭാഗത്ത് ശ്രീമുരുകന്റെ യന്ത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ഭക്തർക്ക് ദർശിക്കാം. 2000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം ചെട്ടിയാർമാരുടെ അധീനതയിലാണ്. 2024 ഏപ്രിൽ മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. ആഗമവിധി പ്രകാരമുള്ള 4 പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ചൊവ്വ, വെള്ളി, കാർത്തിക നക്ഷത്ര ദിവസങ്ങൾ, തൈപ്പൂയം, ആടിക്കാർത്തിക, പങ്കുനി ഉത്രം, തൃക്കാർത്തിക, കന്തഷഷ്ടി, മാസിമകം, മകരസംക്രാന്തി, തമിഴ് പുതുവർഷ ദിനം, ശിവരാത്രി, തിരുപ്പടി പൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കരൂരിൽ നിന്ന് 5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കരൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.